പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാൾ പാകിസ്ഥാൻ സൈന്യത്തിലെ കമാൻഡോ ആണെന്ന് റിപ്പോർട്ടുകൾ. ഭീകരരിൽ ഒരാളായ ഷാഹിം മൂസയാണ് പാകിസ്ഥാന്റെ സൈനികനായിരിക്കുന്നതെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 1.5 വർഷം മുമ്പ് 2 പാകിസ്ഥാനി ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു. ഇതിലൊരാളായ ഷാഹിം മൂസ പഹൽഗാം ആക്രമണത്തിലെ സൂത്രധാരകൻ കൂടിയാണ്. ഇയാൾ പാകിസ്ഥാനിൽ പാരാ കമാൻഡോ ആയിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഇയാൾ പാക് സൈന്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇയാളെ പിന്നീട് ലഷ്കർ ഇ തോയ്ബ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ഇയാൾ പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ കൂടിയാണ്. 2024 ഒക്ടോബറിൽ നടന്ന സോനാമാർഗ് ടണൽ ആക്രമണത്തിൽ ഉൾപ്പെടെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അന്ന് ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരൻ ജുനൈദ് അഹമ്മദ് ഭട്ടിലിനെ സുരക്ഷാ സേന കഴിഞ്ഞ ഡിസംബറിൽ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു. ഇയാളിൽ നിന്നും കണ്ടെടുത്ത ഫോണിൽ നിന്നാണ് മൂസയും ടണൽ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നു എന്ന് കണ്ടെത്തിയത്. ഭീകരവാദികൾക്ക് കശ്മീരിൽ നിന്നും പ്രദേശവാസികളുടെ സഹായം കിട്ടിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഭീകരർക്ക് സഹായങ്ങൾ നൽകുന്ന 15 പേർ ഇവർക്ക് വഴി കാട്ടിയെന്നും ലോജിസ്റ്റിക് സഹായം അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഭീകരർ ഇന്ത്യയിലേക്ക് അതിർത്തിയിലെ കമ്പിവേലി മുറിച്ചാണ് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. തുടർന്ന് ഇവർ പല ഭീകരാക്രമണത്തിലും പങ്കെടുത്തിരുന്നു. പല തവണയായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഭീകരവാദികളിൽ ചിലരെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിലൂടെ വധിച്ചിരുന്നു. മൂസയുൾപ്പെടെയുള്ള മറ്റ് ഭീകരവാദികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ജമ്മുവിലേക്ക് കടക്കാൻ ഭീകരർ ലക്ഷ്യമിടുന്നതായാണ് സൂചന ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം തെക്കൻ കശ്മീർ മേഖലയിലാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഭീകരർ ജമ്മുവിലെ അതിർത്തി മേഖലയിലേക്ക് സഞ്ചരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഭീകരർക്കായുള്ള തിരച്ചിൽ സൈന്യം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഭീകരർ സഞ്ചാരികളുടെ മൊബൈൽ കവർന്നതായും മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. 2 സഞ്ചാരികളുടെ ഫോണുകളാണ് ഭീകരർ കൊണ്ടുപോയത്. ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഏപ്രിൽ 22-നാണ് പഹൽഗാമിൽ ബൈസരൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത്. പൈൻ മരങ്ങൾക്കിടയിൽ നിന്നും ഇറങ്ങി വന്ന ഭീകരർ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. 26 പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോ ഭീകരനെയും കണ്ടെത്തി അവർക്ക് ചിന്തിക്കാനാവുന്നതിനും അപ്പുറത്തേക്കുള്ള വലിയൊരു ശിക്ഷ നൽകണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. പിന്നാലെ ഇന്ത്യയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ബൈസരൻ വാലി സിപ്പ് ലൈൻ ഓപ്പറേറ്റർ NIA-യുടെ ജമ്മു കാശ്മീരി പോലീസും ചോദ്യം ചെയ്യും. വെടിയൊച്ച കേട്ടിട്ടും സ്വിറ്റ്ലൈൻ ഇയാൾ പ്രവർത്തിച്ചെന്നും ഇതിനെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യണമെന്നുമാണ് തീരുമാനം. അതേസമയം ഭീകരർ ജമ്മുവിലെ അതിർത്തി മേഖലയിലേക്ക് സഞ്ചരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭീകരർക്കായുള്ള തിരച്ചിൽ സൈന്യം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഭീകരർ സഞ്ചാരികളുടെ മൊബൈൽ കവർന്നതായുള്ള മൊഴിയും പുറത്തു വന്നു. 2 സഞ്ചാരികളുടെ ഫോണുകളാണ് ഭീകരർ കൊണ്ടുപോയത്. ഈ മൊബൈലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണങ്ങൾ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഏപ്രിൽ 22-ലാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. 26 പേര് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്.